So my tagline is pottery is cheaper than therapy. എനിക്കിപ്പോൾ ഒരു സ്റ്റുഡിയോ വേണമെങ്കിൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു ലെവലിലേക്ക് അത്രയും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനി ജസ്റ്റ് ഇവിടെ സർക്കിൾ ഉണ്ടോ, അത് ജസ്റ്റ് ഒന്ന് എറിഞ്ഞു കൊടുത്ത് ഇനി സർക്കിളിനുള്ളിലെല്ലാം പതുക്കെ സർക്കിളിനുള്ളിൽ പുഷ് ചെയ്ത് രണ്ട് ഹാൻഡ് യൂസ്. നിങ്ങൾക്കറിയാവുന്നത് പോലെ എൻ്റെ ബിസിനസ് ടീം എപ്പോഴും പുത്തൻ ബിസിനസ് ആശയങ്ങൾ തേടി നടക്കാറുണ്ട്. അങ്ങനെ തേടി നടന്നപ്പോഴാണ് ഈ ഒരു സ്ഥലം ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത്. നമ്മളൊരു ബിസിനസ് ആശയത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിൻ്റെ റെലവൻസ് ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ? അതേപോലെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഹെക്റ്റിക് ആയിട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ നിന്നൊക്കെ മാറി കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു സ്കില്ലും കൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലത്താണ് ഇന്ന് ഞാനുള്ളത്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം, മണ്ണിനെ ആത്മാവോട് ചേർത്ത് വെക്കുന്ന സോയിൽ ടു സോൾ. കൊച്ചിയുടെ തിരക്കിൽ നിന്നൊക്കെ മാറി ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊരു പ്ലേസ് ആണിത്. ഇത് കയറി വരുമ്പോൾ കെഫെ ആണെന്നൊന്നും തെറ്റിദ്ധരിക്കുകയല്ല, ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താ നടക്കണേ നമുക്ക് നോക്കിയാലോ. ഹായ് മാം, വെൽക്കം ടു ദ ഷോ. അപ്പം മാമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ ജസ്റ്റ്? I'm Reema Singh and I'm basically from Chennai. But after marriage, I shifted here to Kochi. Okay. So I've been into pottery for almost 7 വർഷമായിട്ടുണ്ട്. 7 വർഷമായിട്ടുണ്ട്. And studio is almost 2 years old now. ഓക്കെ മാം, ഈ ഒരു കോൺസെപ്റ്റിലോട്ട് എത്താനുണ്ടായിരുന്നത് എന്തായിരുന്നു? അങ്ങനെ ഒരു വിചാരിച്ചില്ല ഈ ഒരു കോൺസെപ്റ്റ് എത്താൻ. ജസ്റ്റ് ഐ സ്റ്റാർട്ടഡ് പോട്ടറി ബിക്കോസ് എനിക്ക് ഒരു വീക്കെൻഡ്സിൽ എന്തോ ഗെറ്റ് അവേ വേണം. ദാറ്റ്സ് ഹൗ ഐ സ്റ്റാർട്ടഡ് പോട്ടറി. റിലാക്സ് ആയിട്ട് എനിക്ക് വേണം, അങ്ങനെയാണ് പോട്ടറിന്നാണ് തുടങ്ങുന്നത്. ചെന്നൈന്നാണോ പഠിച്ചത്? ഇല്ല, ഞാൻ ഇവിടെ തന്നെ പഠിച്ചാണ്. എനിക്ക് ഇവിടെ ഇപ്പൊ 18 വർഷമായി ആക്ച്വലി ആഫ്റ്റർ മാരേജ്. അപ്പൊ ഈ ഒരു പോട്ടറി മാം എവിടെന്നാ പഠിച്ചത്? ചെന്നൈന്നാണോ? ഇല്ല, ഞാൻ ഇവിടെ തന്നെ പഠിച്ച, കൊച്ചി തന്നെ. അതെ, ഒരു ഫ്രണ്ട് ആക്ച്വലി പഠിച്ചു വന്നതാണ്. അപ്പോൾ അതിനുശേഷം ഐ വാണ്ടഡ് ടു ഡു സംതിങ് എൽസ്. അപ്പോൾ ഞാൻ ഹൗസ് വൈഫാണ് ആക്ച്വലി. ഇപ്പൊ ഹൗസ് വൈഫ് ഇല്ല, പക്ഷെ നേരത്തെ യെസ് ഐ വാസ് എ ഹൗസ് വൈഫ്. ഐ ഹാഡ് 2 kids. അപ്പോൾ പിള്ളേർ ഇത്തിരി വലുതായി അപ്പോൾ ശേഷം ഐ തോട്ട് ഐ ഹാവ് ടു ഡു സംതിങ് എൽസ് അപ്പാർട്ട് ഫ്രോം വാട്ട് ഐ ഫ്രീ ടൈം. ജസ്റ്റ് ഒരു വീക്കെൻഡിലെ ജസ്റ്റ് ഒരു സാറ്റർഡേ അങ്ങനെ ഒരു ജസ്റ്റ് വീക്കെൻഡ് ഐ വാണ്ടഡ് ടു സ്റ്റാർട്ട് സംതിങ് എൽസ്. അപ്പോൾ പോട്ടറിയാണ് ഈ ഒരു ഫ്രണ്ട് പഠിച്ചു വന്നതാണ്. അപ്പോൾ ഐ തോട്ട് മേ ബി ലെറ്റ് മീ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തുടങ്ങി ആക്ച്വലി വിത്ത് ഹാൻഡ് ബിൽഡിങ്. അപ്പോൾ ഒരു വർഷം ഐ ഡിഡ് ഹാൻഡ് ബിൽഡിങ് ഓൺലി. അപ്പോൾ അതിനുശേഷം കോവിഡ് ഹിറ്റായി. അപ്പോൾ കോവിഡ് ശേഷം ഐ വാസ് ഡൂയിങ് എ ലോട്ട് ഓഫ് ഹാൻഡ് ബിൽഡിങ് വർക്ക് അറ്റ് ഹോം. ഒത്തിരി ടൈം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ സമയത്ത് ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ ആക്ച്വലി അണ്ടർസ്റ്റുഡ് എനിക്ക് ഇതാണ് ഇഷ്ടം. ഐ വോണ്ട് ടു ടേക്ക് ദിസ് ഫോർവേഡ്. അപ്പോൾ അതിനുശേഷം ഐ സ്റ്റാർട്ടഡ് ടു ലേൺ പോട്ടറി വീൽ ഫ്രോം ഹെർ ഓൺലി. അപ്പോൾ അതിനുശേഷം ഐ ടുക്ക് മീ ഓൾമോസ്റ്റ് എ ഇയർ ടു റീച്ച് വെയർ ഐ വാസ് ടുഡേ. സോ ആ സമയത്ത് ഐ വാസ് ലൈക്ക് ലേണിംഗ് വിത്ത് ഹെർ, ഐ വാസ് ട്രെയിനിങ് വിത്ത് ഹെർ. അപ്പോൾ അതിനുശേഷം ഐ തോട്ട് ഓഫ് സ്റ്റാർട്ടിങ് എ സ്മോൾ പ്ലേസ് ജസ്റ്റ് ഫോർ മൈസെൽഫ്. ഒരു വീട്ടിൽ എന്തൊക്കെ ചെയ്തപ്പോൾ ഒരു ചെറിയ റൂം, ഓൾറെഡി ഒരു ചെറിയ റൂം ഉണ്ടായി, പക്ഷേ ആ റൂം ഇത്തിരി ചെറുതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഒരു ചെറുതായിട്ട് ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഐ ഹാഡ് ജസ്റ്റ് 1 wheel. അപ്പോൾ ദെൻ ലോട്ട് ഓഫ് പീപ്പിൾ സ്റ്റാർട്ടഡ് ടു ആസ്ക് മീ പോട്ടറി നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാവും, വർക്ക്ഷോപ്സ് ഉണ്ടാവും അങ്ങനെ. അപ്പോൾ ഞാൻ ജസ്റ്റ് മന്ത്ലി വൺസ് ഒരു ചെറിയ വർക്ക്ഷോപ്പ് ചെയ്യാം, ജസ്റ്റ് ഫോർ 10 people, ലിമിറ്റഡ് ഒരു 10 പീപ്പിൾക്ക് വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത്. അതിനുശേഷം കുറേ ആൾ വിളിച്ച് എനിക്ക് നിങ്ങൾ വർക്ക്ഷോപ്സ് എപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സോൾഡ് ഒരു 10 പീപ്പിളിൻ്റെ വർക്ക്ഷോപ്പാണ് പെട്ടെന്ന് സോൾഡ് ആകും. അപ്പോൾ ഞാൻ ദാറ്റ്സ് ഹൗ ഐ സ്ലോലി സ്റ്റാർട്ടഡ് ടേക്കിംഗ് ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ കുറേ ഇൻസ്പിറേഷനാണ് ഇവിടെ ആക്ച്വലി എത്തി. ഇപ്പോൾ കുറേ ഐ ഹാവ് മൈ റെഗുലർ സ്റ്റുഡൻസ് ഒരു ഓൾമോസ്റ്റ് ഒരു 10 students ഉണ്ട് അങ്ങനെ. അപ്പോൾ 3 month കോഴ്സ് ഉണ്ട്, ഒരു 5 students ഉണ്ട്. ഇതൊരു അക്കാഡമി ആയിട്ട് ബിൽഡ് ചെയ്തിട്ട് എത്ര വർഷമാവും? ഒരു 6 months to 1 year ആയി ഇപ്പോൾ. ഓക്കെ, അങ്ങനെ പറയാൻ പറ്റില്ല എത്ര സമയമായി. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ സമയത്ത് സ്റ്റുഡൻസ് തുടങ്ങി. അപ്പോൾ ജസ്റ്റ് ഒരു സ്മോൾ ഷോർട്ട് ടേം കോഴ്സസ്. ഓക്കെ, അപ്പോൾ ആ സ്റ്റുഡൻസ് ആണ് they've been coming for almost 2 years. അപ്പോൾ അവർ കണ്ടിന്യൂ ചെയ്താണ്.
No, it's been a good journey. I think it's from scratch to what I have reached here today. അപ്പോൾ നമുക്ക് കോഴ്സസ് എങ്ങനെയാ വരിക നമുക്ക് ഇതിന്റെ? ഇപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പ് പറയാനും ജസ്റ്റ് ഒരു 1 hourന്റെ സെഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ആർക്ക് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് പോലെ പോട്ടറി എക്സ്പീരിയൻസ് ചെയ്യണം. സോ മൈ ടാഗ് ലൈൻ ഇസ് പോട്ടറി ഈസ് ചീപ്പർ ദാൻ തെറപ്പി. അപ്പോൾ ഇഫ് യു വോണ്ട് ടു ഗോ 1 hour ടു എ തെറപ്പിസ്റ്റ് ഇവിടെ വന്നാൽ മതി. അല്ല, നമ്മൾ ഒത്തിരി പൈസ ചുമ്മാ കൊണ്ട് പലതിനും വേസ്റ്റ് ചെയ്ത് കളയുന്നുണ്ട്, ചുമ്മാ പോകുന്നുണ്ട്. അപ്പോൾ 1 മണിക്കൂർ നമുക്ക് ഭയങ്കര അത് ഒരു എക്സ്ട്രാ ഒരു സ്കില്ലും പഠിക്കാൻ, നമുക്ക് ഭയങ്കര റിലാക്സ് ചെയ്തിരിക്കുകയും ചെയ്യാം. അപ്പോൾ അതിനുശേഷം യു ക്യാൻ ടേക്ക് യുവർ തിങ്സ് ഹോം ഓൾസോ. അപ്പോൾ വാട്ട് എവർ യു ഹാവ് മെയ്ഡ് ഇറ്റ്സ് വെരി സാറ്റിസ്ഫൈങ് അല്ലേ? അപ്പോൾ വീട്ടിലെ കൊണ്ടുപോയാണ് ഓക്കെ ഇത് ഞാൻ ഉണ്ടാക്കി പീസ്. അപ്പോൾ ദാറ്റ് ഇസ് വെരി സാറ്റിസ്ഫൈങ്. അത് ഒരു 1 hourന്റെ സെഷൻ വർക്ക്ഷോപ്പാണ്. അപ്പോൾ കോഴ്സസ് കണ്ടാണ് നമുക്ക് ഷോർട്ട് ടേം കോഴ്സ് ഉണ്ട്, ലോങ് ടേം കോഴ്സ് ഉണ്ട്. ഷോർട്ട് ടേം കോഴ്സസ് ഒരു 14 ഡേയ്സിൻ്റെ കോഴ്സാണ്. അതാണ് A2 ചെറുത് കോഴ്സ്. ഓക്കെ. അപ്പോൾ അതിനുശേഷം 1 month കോഴ്സ് ഉണ്ട്, പിന്നെ 3 months പ്രൊഫഷണൽ കോഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ആൾക്കാർക്ക് ജസ്റ്റ് പഠിച്ചിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാനും ഉദ്ദേശമുണ്ടെന്ന് ജസ്റ്റ് ദേ ക്യാൻ കം ഫോർ 3 month പോട്ടറി കോഴ്സ്. ഓക്കെ, 3 month കോഴ്സ് ആണ്. അപ്പോൾ ഈ എല്ലാ കോഴ്സും നമ്മൾ സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. ഓക്കെ. ദേ വിൽ ബി ഗെറ്റിംഗ് സർട്ടിഫിക്കേഷൻ. ഷോർട്ട് ടേം കോഴ്സ് ആണ്, സർട്ടിഫിക്കറ്റ് കിട്ടും, ബിഗിനർ ലെവൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് നല്ല ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണോ? സൂക്ഷിച്ച് ചെയ്യണം. ഈ വിസ്പയർ ചെയ്യുന്നവരെ നല്ല സൂക്ഷിക്കണം. ഒരു ലൈക്ക് എ ബേബി, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടോ? ഡിസ്പയർ ചെയ്യുന്നവരെ നമുക്ക് നന്നായിട്ട് കെയർ ചെയ്യണം. പിന്നെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫൈനലിൽ ഒരു ഇതിലൊക്കെ ഹാർഡ് ആവും. നമുക്ക് എത്ര ദിവസം എടുക്കുമായിരിക്കും അപ്പം ഇങ്ങനെ ഒരു നല്ലൊരു പോട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ? ഡിപ്പെൻസ് ഓൺ ക്ലൈമറ്റ്. അതായത് ആക്ച്വലി ഡ്രൈ ആവുന്നത് നമുക്ക് നല്ല രീതിയിൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഫയർ ചെയ്യാൻ പാടില്ല. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും ഡ്രൈ ആവും. അല്ലെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കില്ല. അല്ലെങ്കിൽ ഇവിടെ മാമക്ക് ബൾബ് അങ്ങനെ. ഞാനിപ്പോൾ ആക്ച്വലി ഞാൻ 3 months കോഴ്സിനാണ് വന്നത്. ഞങ്ങൾക്ക് കഴിയാറായി. ഈ വീക്കാണ്, ലാസ്റ്റ് വീക്കാണ് ഇത്. ഞങ്ങൾ ഫൈനൽ പീസസ് ചെയ്യാണ്. ഓരോ അസൈൻമെന്റ് ആണോ ഇങ്ങനെ? അസൈൻമെന്റ് എന്നല്ല, നമ്മളിപ്പം ഗ്രാജുവലി നമ്മൾ ഓരോ ചെയ്ത് പഠിച്ച് വന്നിട്ട് ഫൈനൽ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്നതാണ്. ഇപ്പം ഞങ്ങൾക്ക് ഈ വീക്ക് കൂടെ അല്ലേ ഉള്ളൂ. ഫൈനൽ ഗ്ലേസിങ്ങും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ വീക്ക് ഫിനിഷ് ചെയ്യും മൊത്തത്തിൽ. അതിൻ്റെ എല്ലാ പ്രോസസ്സും 3 months കോഴ്സ് ആകുമ്പോൾ എല്ലാം പഠിപ്പിക്കുമായിരുന്നു. ചേച്ചിക്ക് ഇതെങ്ങനെയാണ് അറിഞ്ഞത്? ലൈക്ക് ഒരു പാഷനേറ്റ് ആയിട്ടാണ് കോഴ്സിന് വേണ്ടി വന്നത്? ആക്ച്വലി അല്ല, ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് എന്തെങ്കിലും. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ പേജ് കണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഞാൻ ആക്ച്വലി 1 month കോഴ്സാണ് ഉദ്ദേശിച്ചത്. പിന്നെ 3 months നോക്കിയപ്പോൾ എന്തായാലും ചെയ്യല്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ മാക്സിമം അറിയാമെന്നുള്ള രീതിയിൽ വന്നതാണ് 3 months കോഴ്സ്. ആക്ച്വലി എനിക്കിത് ഭയങ്കര ബെനിഫിറ്റാണ് 3 months കോഴ്സ് എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ ഒരു സ്റ്റുഡിയോ വേണമെങ്കിൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു ലെവലിലേക്ക് പറ്റും. ഇതിപ്പോ വന്നിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇവിടെ? ഇപ്പൊ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ അടിപൊളിയാണ്. എക്സ്പീരിയൻസും നമുക്ക് അത് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നത് ആയത്. അപ്പം അത്രയും നന്നായിട്ട് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളാണെങ്കിലും കറക്റ്റ് മാം ആണെങ്കിലും സുബി ആണെങ്കിലും നല്ല രീതിയിൽ പറഞ്ഞു നമ്മുടെ കൂടെ നിന്ന്. ഇപ്പം ഞങ്ങൾ 3 months കോഴ്സിൻ്റെ ഫസ്റ്റ് ബാച്ചാണ് ഞങ്ങൾ 2 പേരായിരുന്നു. പിന്നെ ഇപ്പോൾ ജൂലൈയിൽ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കൊണ്ട് നമുക്ക് ഭയങ്കര ടെൻഷൻ ഫ്രീ ആയിരിക്കും. നല്ല ടെൻഷൻ ഫ്രീ ആണ്. പിന്നില്ലേ, നമുക്ക് ഇതിൽ ടെൻഷൻ അടിച്ച് ചെയ്യേണ്ടതൊന്നുമില്ല. നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റീനെ മാക്സിമം ബിൽഡ് ചെയ്യാന്നുള്ള സ്ട്രെസ് ലൈഫിൽ നിന്നൊക്കെ ഭയങ്കര റിലീഫ് ആയിരിക്കും. അതെ. ഇങ്ങനെ ഭയങ്കര ടൈം എടുത്ത് നമുക്ക് നമ്മുടേതായ ടൈം എടുത്ത് ഒരുപാട് സ്ട്രെസ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ക്ലാസ് എത്ര മണി ടു എത്ര മണി വരെ ആയിരിക്കും? ഞങ്ങൾ റെഗുലർ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് മോർണിംഗ് ടു ഈവനിങ് വരെ ഉണ്ട്. അല്ലെങ്കിൽ 2 hours അങ്ങനെ എന്തോ ആണ്. റെഗുലർ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഫുൾ ഡേ ഉണ്ട് ക്ലാസ്. അപ്പോൾ ഈ ഒരു ക്ലേ ഇല്ല, ഇത് നമുക്ക് റെഡിമെയ്ഡാണ് കിട്ടും, മേടിക്കാൻ കിട്ടും. പക്ഷെ ഇവിടെ ഇല്ല. നമുക്ക് മെയിനായിട്ട് നോർത്ത് ഇന്ത്യയിൽ എന്ത് വരും ക്ലേ, അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് ഓർഡർ ചെയ്യും. ഇത് സോഫ്റ്റ് ഫോമിലാണ് ക്ലേ കിട്ടും. അപ്പോൾ ഇത് ശേഷം നമ്മൾ ഒരു പോട്ട് ഇങ്ങനെ ഒരു വീലിലെ ഒരു പോട്ട് ഉണ്ടാക്കും. അതിനുശേഷം അത് പിന്നെ ഡ്രൈ ആയിക്ക് വെക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ട് ട്രിമ്മിങ് പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പീസ് ഇത്രയും ഡിസ്ഫങ്ഷൻ ആയിരിക്കും. ഇറ്റ് വോണ്ട് ബി വെരി ബ്യൂട്ടിഫുൾ ടു ലുക്ക് അറ്റ്. അപ്പോൾ അതിനുശേഷം
ഡ്രൈ ആയിട്ട് വെക്കും, ട്രിമ്മിങ് ചെയ്തിട്ട് ഡ്രൈ ആയിട്ട് വെക്കും. ജസ്റ്റ് അത് കാണിച്ചു തരാം. ഓക്കെ. നമ്മൾ ഇത്തിരി ക്ലേ ഇവിടെ നിന്ന് കളയും, ട്രിം ചെയ്തിട്ട് ട്രിമ്മിങ് ശേഷം നമ്മൾ ഹാൻഡിൽ വേണമെന്ന് ഹാൻഡിൽ അറ്റാച്ച് ചെയ്യും. അത് സെപ്പറേറ്റ് പ്രോസസ്സാണ്. അപ്പോൾ അത് ശേഷം ഇങ്ങനെ ഡ്രൈ ആയിട്ട് വെക്കും. ജസ്റ്റ് ഇവിടെ വെക്കും, ജസ്റ്റ് ഡ്രൈ മേ ബി ഒരു 6 days to 7 days പിടിക്കും ജസ്റ്റ് ഡ്രൈ കംപ്ലീറ്റ്ലി. അപ്പോൾ നമ്മൾ എന്തോ കാർവിങ് ചെയ്യണം, അതെല്ലാം ഇങ്ങനെ നമ്മൾ ചെയ്യാം. ഈ സ്റ്റേജിൽ ചെയ്യാം. ഈ ഒരു സ്റ്റേജ് അതിൽ ഡ്രൈ ചെയ്ത് വന്നിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഫുൾ ഡ്രൈ ഇല്ല, ലെതർ ഹാർഡ് സ്റ്റേജ് ആണ് പറയുന്നത്. ലെതർ ഹാർഡ് മീൻസ് ജസ്റ്റ് ഒരു നമ്മൾ ലെതർ പോലെയാണ്, ഇത്തിരി സ്റ്റിഫില്ല, ഇത്തിരി ഫ്ലിംസി ഉണ്ടാവില്ല. നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു വരയ്ക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പോൾ ഈ സ്റ്റേജിലാണ് നമ്മൾ ഇങ്ങനെ ഒരു കാർവിങ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബിസ്ക് ഫയർ ചെയ്യാം. ബിസ്ക് ഫയറിംഗ് മീൻസ് ഒരു ഈ ഒരു ഫസ്റ്റ് ഫയറിംഗ് ആണ് പറയും. ഓക്കെ. ആ സ്റ്റേജിൽ നമ്മൾ കിലിനിലെ ഒരു നമ്മൾ ഹീറ്ററില്ല ഒരു ഇങ്ങനെ പറയും ഓവൻ പോലെയാണ്. പക്ഷേ അത് നമ്മൾ ഇൻ പോട്ടറി ലാംഗ്വേജ് യു കോൾ ഇറ്റ് ആസ് കിലിൻ, KILN, കിലിനാണ്. കിലിനിൽ ഇട്ടിട്ട് നമ്മൾ പുറത്തെടുക്കണം. ഇങ്ങനെ ഒരു സ്റ്റേജ് വരും. അപ്പോൾ ഈ കളർ ടോട്ടൽ ഈ കളറിൽ നിന്ന് ഡ്രൈ സ്റ്റേജിൽ നിന്ന് ഈ കളർ മാറും. അപ്പോൾ ഇത് ഇത്ര ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഇത്തിരി നല്ല ഹാർഡായിട്ട് ഒരു സ്റ്റേജാണ്. ഇത് ശേഷം നമ്മളിപ്പോൾ ബിസ്ക് ഫയർ ചെയ്യണം. ബിസ്ക് ഫയറിങ് ഓൾമോസ്റ്റ് ഒരു 12 to 13 hours ഫയറിംഗ് ആണ്. ഒരു 13 hours ഫയറിംഗ്. പിന്നെ ഒരു 24 hours കൂളിംഗ് ടൈം വേണം. അപ്പോൾ ഒരു 36 to 37 hours ടോട്ടൽ ഫയറിംഗ് ടൈം. അതിനുശേഷം ഇങ്ങനെ ഒരു സ്റ്റേജ് വരും. പിന്നെ നമ്മൾ ഫയർ ചെയ്യും. സെയിം പ്രോസസ് ഫയറിംഗ് റിപ്പീറ്റ് പ്രോസസ്സാണ്. അത് ഗ്ലേസ് ഫയറിംഗ് ആണ് പറയുന്നത്. അത് 1220 degrees സെൽഷ്യസിൽ പോകും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു സെറാമിക് പ്രോഡക്റ്റ്, ഇങ്ങനെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കിട്ടും. ഒരു വലിയ പ്രോസസ്സാണ് ഇത്, ഓൾറെഡി ലൈക്ക് എ മാനുഫാക്ചറിങ് പ്രോസസ്സ്. അപ്പോൾ ദെൻ യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഇനി ജസ്റ്റ് ഇവിടെ സർക്കിൾ ഉണ്ടോ, അത് ജസ്റ്റ് ഒന്ന് എറിഞ്ഞു കൊടുത്ത് ഫോൾഡ്. ഇനി സർക്കിളിൻ്റെ ഉള്ളിലെല്ലാം പതുക്കെ സർക്കിളിൻ്റെ ഉള്ളിൽ പുഷ് ചെയ്ത് 2 ഹാൻഡിൽസ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വിത്ത് ഫോഴ്സിൽ ഇങ്ങനെ അതെ. ഇനി പതുക്കെ വെള്ളം പോരയത്, കുറച്ച് വെള്ളം പോരത്, കുറേ വെള്ളം പോരെ, അപ്പോൾ ഫുൾ പോരത്. ഇനി കൈവെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ഇനി ഞാൻ സെൻറ്റർ ചെയ്യുന്ന അഞ്ചര റൈറ്റിൻ്റെ ഉള്ളിലും ലെഫ്റ്റും പുറത്ത് വയ്ക്കാം. പിന്നെ പതുക്കെ ഉള്ളിക്കിന് വലിക്കാം. ഇനി 90 ഡിഗ്രിയിൽ ഫിക്സ് ചെയ്യും. ചെയ്യുന്നുണ്ടോ? ഡ്രൈ ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് കൈ വെള്ളത്തിൽ ഡിപ്പ്. ഇതിനടുത്ത് ലിഫ്റ്റ് ചെയ്യാം. ഇതിനടുത്ത് ലിഫ്റ്റ് ചെയ്യണം. ഈ ക്ലൈം മോളിൽ പൊന്തിക്കണം. അതിന് ലെഫ്റ്റ് 3 വേണ്ട, തമ്പുള്ളിലേക്ക് റെസ്റ്റ് എല്ലാ ഫിംഗേഴ്സ് പുറത്ത് വയ്ക്കാം. ഇപ്പം അത് ഇങ്ങനെ മോൾക്കിന് പുള്ളി കൊണ്ടുവരാം. ഒരു ജനലായി ടച്ച് ചെയ്താൽ മതി. പ്രഷർ റെഡ്യൂസ് ചെയ്ത് പ്രഷർ കുറച്ച് ജസ്റ്റ് ടച്ച് ചെയ്യുക. മെല്ലെ മോളിക്ക് മൂവ് ചെയ്ത് ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. ആദ്യം പ്രഷർ കൊടുത്താൽ ബ്രേക്കാണ്. ജസ്റ്റ് ടച്ച് ചെയ്യുക. ഇനി മെല്ലെ മോളിക്ക് ചെയ്ത് കഴിയാൻ ചെന്ന് ഇങ്ങനെ ഇത്ര ടച്ച് ചെയ്താൽ മതി. അങ്ങനെ പുഷ് ചെയ്ത് ബോട്ടം ഭാഗമല്ലേ ഇവിടെ ഇങ്ങോട്ട് നോക്കാം. പതുക്കെ പുറത്തേക്ക് പുഷ് ചെയ്യാം. കൈ അഞ്ചെന്ന് കൈ അഞ്ചെന്നിങ്ങനെ ഓഫ് ചെയ്യുന്നേക്കാം. പതുക്കെ ഫോൾഡ് ചെയ്യാം. ഇത്ര പ്രഷർ കൊടുത്താൽ മതി. ഇത്ര പുഷ് ചെയ്ത് ബ്രേക്ക് ആവും. ജസ്റ്റ് ടച്ച് ചെയ്യാം. പതുക്കെ നമ്മള് എത്ര ഫിംഗേഴ്സ് ഓഫിന്റെ ഉള്ളിൽ ഇതേപോലെ പതുക്കെ ഇങ്ങനെ പുഷ് ചെയ്യും. ഇതാവൻ എന്തായാലും ഇച്ചിരി നേരം എടുക്കും. അപ്പോൾ ഒരു 1000 രൂപ മുടക്കി നിങ്ങൾക്ക് ഇതേപോലെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഭയങ്കര റിലാക്സിങ് ആണ്. കണ്ടില്ലേ, ഞാനിങ്ങനെ ചവിട്ടി ഉരുട്ടുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ വീണ്ടും കാണുന്നവരേക്കും. ഐ ആം ആരോമ സൈനിങ് ഓഫ് ഫ്രം എൻ്റെ ബിസിനസ്. ബൈ.